ഡിയർ സ്റ്റുഡൻസ്, എജുസ്പ്രിങ്ങിലെ പുതിയൊരു വീഡിയോയിലേക്ക് മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് +1 സിലബസിലെ ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്നുള്ളൊരു പാർട്ടാണ്. എക്സാമിനൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. അപ്പോൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്നൊരു പാർട്ടാണ് ഇന്ന് കവർ ചെയ്യുന്നത്. ഡബിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്. എല്ലാവരും ഈ ഒരു എജുസ്പ്രിങ് എന്നുള്ള ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ആദ്യം തന്നെ പറയുകയാണ്. ഇപ്പോൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആണ് ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഒരു ബിസിനസ്സിന്റെ കയ്യിലെ ക്യാഷും ബാങ്കിലെ ക്യാഷും വളരെ കൃത്യമായിട്ട്, ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ബാങ്കിങ് ട്രാൻസാക്ഷൻ നടത്തുമ്പോഴാണ് ഈ ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ആവശ്യകത വരുന്നത്. ഇപ്പൊ എക്സാമിനൊക്കെ വളരെ കൂടുതൽ പ്രാവശ്യം +1 എക്സാമിന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ കൂടിയാണത് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. 5 മാർക്കിന് വരെ, ചിലപ്പോൾ 8 മാർക്കിന് വരെ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. അപ്പോൾ നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് എങ്ങനെയാണ് ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് വളരെ സിമ്പിളായി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഹെഡിങ് എന്താണ്? ഹെഡിങ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഡബിൾ കോളം ക്യാഷ് ബുക്കിന് ടോട്ടലി 2 സൈഡ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് എന്താണ്? ഡെബിറ്റ് സൈഡ്, നെക്സ്റ്റ് ക്രെഡിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡ് ഇവിടുന്ന് ഇങ്ങോട്ടെന്നാണ് ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡെബിറ്റ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡ് ക്രെഡിറ്റ് സൈഡും. ഈ ടോട്ടലി 2 സൈഡും കൂടെ 12 കോളംസ് ഉണ്ടായിരിക്കും. എത്ര കോളംസ് ആണ് ഡബിൾ കോളം ക്യാഷ് ബുക്കിന്? 12 കോളംസ് ആണ് ഡബിൾ കോളം ക്യാഷ് ബുക്കിന് ഉണ്ടായിരിക്കുക. ആദ്യത്തെ 6 കോളംസ്, നെക്സ്റ്റ് 6 കോളംസ്, അങ്ങനെ ടോട്ടലി 12 കോളംസ്. ഫസ്റ്റ് സൈഡ് ആണ് ഡെബിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡിൽ എന്താണ്? 6 കോളംസ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് കോളം ഹെഡിങ് ഡേറ്റ് എന്നാണ്, ഡേറ്റ്. സെക്കൻഡ് കോളം ഹെഡിങ് പെർട്ടിക്കുലേഴ്സ്. നെക്സ്റ്റ് റെസിപ്റ്റ് നമ്പർ, RN എന്ന് പറയും. ദെൻ LF ലെഡ്ജർ ഫോളിയോ, ക്യാഷ് കോളം, അതുപോലെ തന്നെ ബാങ്ക് കോളം. അപ്പോൾ 6 കോളംസ് ആയി. 1 2 3 1 2 3 ഇങ്ങനെ ടോട്ടലി എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഡെബിറ്റ് സൈഡിൽ 6 കോളംസ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. കാരണം ഇതൊരു ഫോർമാറ്റാണ്. ഈ ഫോർമാറ്റ് എന്ത് ചെയ്യണം? നിങ്ങൾ എക്സാമിന് ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം? വരയ്ക്കണം. നെക്സ്റ്റ് അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡ് ഡേറ്റ് പെർട്ടിക്കുലേഴ്സ്. ഇവിടെ വൗച്ചർ നമ്പർ ആണ്, വൗച്ചർ നമ്പർ VN. ഇവിടെ LF. ഇവിടെ ക്യാഷ് കോളം, ക്യാഷ്, അതുപോലെ തന്നെ ബാങ്ക്. ഇതാണ് ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ സ്ട്രക്ചർ. ഒന്നുകൂടെ പറഞ്ഞു തരാം. ഹെഡിങ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. +1 ഇംപ്രൂവ്മെന്റ് എക്സാം വരാൻ പോവുകയാണ്. അതിലൊക്കെ മാർക്ക് കുറവുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ ഹെഡിങ് എന്നാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. 2 പാർട്ട് ഉണ്ടായിരിക്കും, ഡെബിറ്റ് സൈഡും അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡും. ഡെബിറ്റ് സൈഡിൽ 6 കോളംസ്, ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, റെസിപ്റ്റ് നമ്പർ, ലെഡ്ജർ ഫോളിയോ, ക്യാഷ്, ബാങ്ക്. ദെൻ ക്രെഡിറ്റ് സൈഡ് ഡേറ്റ് കോളം, പെർട്ടിക്കുലേഴ്സ് കോളം, വൗച്ചർ നമ്പർ, LF, ക്യാഷ്, ബാങ്ക്. ഇത്രയുമാണ് ഒരു ടോട്ടലി ഒരു ഡബിൾ കോളത്തിന്റെ ഒരു ഔട്ട്ലൈൻ. എന്താണ് ഈ ഒരു ഡെബിറ്റ് സൈഡിൽ? അതായത് ഡെബിറ്റ് സൈഡിനെ നമ്മൾ റെസിപ്റ്റ് സൈഡ് എന്നാണ് വിളിക്കുക. റെസിപ്റ്റ് സൈഡ്. ഡെബിറ്റ് സൈഡിനെ എന്ത് വിളിക്കും? റെസിപ്റ്റ് സൈഡ് എന്ന് വിളിക്കും. അതായത് ബിസിനസിന്റെ കയ്യിലേക്ക് ക്യാഷ് വരികയാണെങ്കിലും ബിസിനസിന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരികയാണെങ്കിലും രണ്ടും രേഖപ്പെടുത്തുന്നത് എവിടെയായിരിക്കും? അത് റെസിപ്റ്റ് സൈഡിലായിരിക്കും. ഈ ക്രെഡിറ്റ് സൈഡിനെ എന്ത് വിളിക്കും? പേയ്മെന്റ് സൈഡ് എന്ന് വിളിക്കും.
പേയ്മെന്റ് സൈഡ്, പേയ്മെന്റ് അതായത് നമ്മൾ എന്ത് പേയ്മെന്റ്സുകൾ നടത്തുകയാണെങ്കിലും ക്യാഷ് ആയിട്ടാണെങ്കിലും ബാങ്ക് ആയിട്ടാണെങ്കിലും എന്താണ് അത് ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ രേഖപ്പെടുത്താറുള്ളത്. അപ്പോൾ റെസിപ്റ്റുകൾ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുന്നു. പേയ്മെന്റ്സുകൾ എന്താണ് എല്ലാവിധ എക്സ്പെൻസുകളും ചെലവുകളും എന്താണ് നമ്മൾ പേയ്മെന്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ മൊത്തത്തിൽ എന്താണ് ഡബിൾ കോളം എന്താണെന്നുള്ളത് എന്താണ് നമുക്കൊരു ചെറിയ ഐഡിയ കിട്ടി. ഇനി ഇവിടെ രണ്ട് കോളംസ് ഉണ്ട്, ക്യാഷ് കോളം ഉണ്ട്, ബാങ്ക് കോളം ഉണ്ട്. ഇവിടെ അതുപോലെ തന്നെയാണ് ക്യാഷ് കോളം, ബാങ്ക് കോളം. ബാങ്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള മുഴുവൻ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യും അത് ബാങ്ക് കോളത്തിൽ എഴുതും. അതുപോലെ ക്യാഷുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും, ക്യാഷ് ഇൻ ഹാൻഡുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും എന്ത് ചെയ്യും ക്യാഷ് കോളത്തിൽ എഴുതും. ഇനി ക്യാഷ് റെസിപ്റ്റ് ആവുകയാണെങ്കിൽ എന്താണ് ക്യാഷ് റെസിപ്റ്റ് ക്യാഷ് കോളത്തിൽ എഴുതുന്നു. ബാങ്ക് റെസിപ്റ്റ് ഇത് അക്കൗണ്ടിലേക്ക് എന്താണ് ക്യാഷ് വരികയാണെങ്കിൽ അത് ബാങ്ക് കോളത്തിൽ എഴുതുന്നു. ഇനി ക്യാഷ് എക്സ്പെൻസ്, അതായത് ക്യാഷ് ആയിട്ടാണ് നമ്മൾ ചെലവാക്കുന്നതെങ്കിൽ, ബിസിനസിന്റെ കയ്യിൽ നിന്നും ചെലവാക്കുകയാണെങ്കിൽ അത് ക്യാഷ് കോളത്തിൽ എഴുതുന്നു. ഇനി ചെക്കായിട്ടാണ് പേയ്മെന്റ് നടത്തുന്നതെങ്കിൽ അത് ബാങ്ക് കോളത്തിലും എഴുതുന്നു. ഇതാണ് ക്യാഷ് കോളവും ബാങ്ക് കോളവും. ക്ലിയർ ആയല്ലോ? നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അതായത് ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ വായിച്ചു തരാം. റെക്കോർഡ് ദ ഫോളോവിങ് ട്രാൻസാക്ഷൻ ഇൻ നന്ദിനീസ് ക്യാഷ് ബുക്ക് വിത്ത് ക്യാഷ് ആൻഡ് ബാങ്ക് കോളം ആൻഡ് ബാലൻസ് ദം. അതാണ് ക്വസ്റ്റ്യൻ. അതായത് നന്ദിനിയുടെ ഡബിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കാനാണ് ഈ ഒരു ക്വസ്റ്റ്യന്. അതിൽ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ എന്താണ്? 2014 മാർച്ച്. 2014 ആണ് ഇവിടെ ഡേറ്റ്, മാർച്ച്. അപ്പോൾ മാർച്ചിലെ ഒരു ട്രാൻസാക്ഷൻ ആണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. മാർച്ച് 1 ക്യാഷ് ഇൻ ഹാൻഡ്, അതായത് ഓപ്പണിംഗ് ബാലൻസ് എന്താണ് ഓപ്പണിംഗ് ബാലൻസ് ആണ് നമ്മൾ ആദ്യം തന്നെ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് ആണെങ്കിൽ അത് ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് ആണെങ്കിൽ എന്താണ് അത് ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. ഇവിടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കുക, ഓപ്പണിംഗ് ബാലൻസ് എന്താണ് ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് ആണ്. ഇപ്പൊ ക്യാഷ് ഇൻ ഹാൻഡ് നിങ്ങൾ എന്താണ് ബാലൻസ് ബ്രോഡൗൺ എന്നാണ് എഴുതേണ്ടത്. ബാലൻസ് ബ്രോഡൗൺ മാർച്ച് 1 ബാലൻസ് ബ്രോഡൗൺ. ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡ് ആണെങ്കിൽ എന്ത് ചെയ്യും ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. ബാലൻസ് ബ്രോഡൗൺ എത്രയാണ്? 20,000. ക്യാഷ് എന്നാണ് 20,000ഉം ബാങ്ക് ബാലൻസ് 15,000ഉമാണ്. അപ്പോൾ ക്യാഷ് ബാലൻസ് ക്യാഷ് കോളത്തിൽ എഴുതുന്നു 20,000. ഇവിടെ 50,000. ക്ലിയർ ആയല്ലോ? ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ക്യാഷ് ബാലൻസ് ആയിട്ട് 20,000 ആണ്. അതുപോലെ ക്യാഷ് അറ്റ് ബാങ്ക് 50,000 ആണ്. അപ്പോൾ ക്യാഷ് ബാലൻസ് എന്നാണ് ക്യാഷ് കോളത്തിലും ബാങ്ക് കോളത്തിലും നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇങ്ങനെയാണ് ഓപ്പണിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്യുന്നത്. ചില സമയത്തൊക്കെ ഈ ഒരു ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ എന്താണ് അത് ക്രെഡിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. എക്സാമിനൊക്കെ കൂടുതൽ എന്താണ് ഡെബിറ്റ് ബാലൻസ് തന്നെ ആയിരിക്കും വരിക. ബൈ ചാൻസ് ചിലപ്പോൾ എന്ത് ചെയ്യും ചില സമയത്തൊക്കെ ക്രെഡിറ്റ് ബാലൻസ് വരുമെന്ന് മാത്രം. ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ആണ് ക്യാഷ് സെയിൽസ്. അത് മാർച്ച് 5-ാം തീയതിയാണ് ക്യാഷ് സെയിൽസ്. 5-ാം തീയതി ക്യാഷ് സെയിൽസ് ആണ്. സെയിൽസ് പറഞ്ഞാൽ എന്താണ് വിൽപ്പന. സാധനങ്ങൾ വിൽക്കുമ്പോൾ എന്ത് ചെയ്യും സെയിൽസ് നടത്തുമ്പോൾ ക്യാഷ് എന്ത് ചെയ്യും ഇങ്ങോട്ട് ലഭിക്കും. അതായത് ബിസിനസിന്റെ കയ്യിലേക്ക് എന്ത് ചെയ്യും ക്യാഷ് റെസിപ്റ്റ് വരും. ക്യാഷ് റെസിപ്റ്റ് ഉണ്ടായിരിക്കും. അത് ക്യാഷ് എന്നാണ് ക്യാഷ് ആയിട്ട് എന്ത് ചെയ്യും നമുക്ക് ലഭിക്കും. അപ്പോൾ ക്യാഷ് ലഭിക്കുമ്പോൾ അത് ഏത് സൈഡിലാണ് എഴുതുക? അത് റെസിപ്റ്റ് സൈഡിലാണ്. ക്യാഷ് ലഭിക്കുമ്പോഴൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് ഡെബിറ്റ് സൈഡിലാണ്, റെസിപ്റ്റ് സൈഡിലാണ്. സെയിൽസ് എന്നുള്ളത് എന്താണ് അതൊരു ക്യാഷ് റെസിപ്റ്റ് ആണ്. അതുകൊണ്ടെന്താണ് നമ്മൾ റെസിപ്റ്റ് സൈഡിൽ എഴുതി സെയിൽസ് എമൗണ്ട് എത്രയാണ്? എമൗണ്ട് 13,000. അത് ബിസിനസിന്റെ കയ്യിലേക്ക് ക്യാഷ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ക്യാഷ് കോളത്തിൽ എഴുതുന്നു 30,000. 30,000 റുപ്പീസ് ആണ്. 30,000 ആണ് സെയിൽസ്. അപ്പോൾ
ഫസ്റ്റ് സെയിൽസ് എന്നുള്ള എൻട്രി എന്താണ് നമ്മൾ ഇതിലേക്ക് പോസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് ആണ് മാർച്ച് 8 ഡെപ്പോസിറ്റഡ് വിത്ത് ബാങ്ക്. ഡെപ്പോസിറ്റഡ് വിത്ത് ബാങ്ക് അതായത് ബാങ്കിലേക്ക് എന്നാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു ട്രാൻസാക്ഷൻ എന്താണ് ഒരു പ്രത്യേകതയുണ്ട്. അക്കൗണ്ടിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും ബിസിനസിന്റെ കയ്യിലുള്ള ക്യാഷ് അത് പുറത്തുള്ള ഔട്ട്സൈഡ് പാർട്ടീസിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇരുന്നാലും അത് നമ്മുടേത് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാലും അത് ആരുടേതാണ്? അതും ബിസിനസിൻ്റേത് തന്നെയാണ്. ഇവിടെ എന്താണ് ഒരു ഔട്ട്സൈഡ് പേയ്മെന്റ് എന്നാണ് നടക്കുന്നില്ല. നമ്മുടെ കയ്യിലുള്ള ക്യാഷ് അധികമുള്ള ക്യാഷ് ബിസിനസ് അധികമുള്ള ക്യാഷ് ഒക്കെ എന്ത് ചെയ്യും? അത് ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. ബിസിനസ് ക്യാഷിന്റെ ഷോർട്ടേജ് വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ അക്കൗണ്ടിൽ നിന്നും അത് പിൻവലിക്കും. ഇങ്ങനെ എന്താണ് ഈ ബാങ്കുമായിട്ടുള്ള ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക, ബാങ്കിൽ നിന്നും വിഡ്രോ ചെയ്യുക, പിൻവലിക്കുക, ഇതിന് പറയുന്ന പേരാണ് കോൺട്രാ ട്രാൻസാക്ഷൻ എന്നാണ് പറയുക. ക്ലിയർ ആയല്ലോ? കാരണം എന്താണ് ഈ ട്രാൻസാക്ഷൻ ഇതിന്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ബിസിനസിന്റെ കയ്യിലുള്ള ടോട്ടൽ എമൗണ്ട് ബാങ്കിലെയും അതുപോലെ ക്യാഷ് ബാലൻസും ഈ രണ്ട് എമൗണ്ടും എപ്പോഴും എന്താണ് ക്യാഷ് ബാങ്കിലേക്ക് ഇട്ട് കഴിഞ്ഞാലും ബാങ്കിൽ നിന്ന് പിൻവലിച്ച് കഴിഞ്ഞാലും ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അത് ക്യാഷ് പുറത്തുള്ള ഔട്ട്സൈഡ് പാർട്ടീസിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ബാലൻസിനെ അത് എഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ കയ്യിലുള്ള ക്യാഷ് കുറയും, ബാങ്കിൽ എന്ത് ചെയ്യും? ക്യാഷ് കൂടും. ബാങ്കിൽ ക്യാഷ് കുറയും, നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എന്ത് ചെയ്യും? കൂടും. ഇതാണ് അതിൻ്റെ ഒരു എഫക്റ്റ്. അപ്പോൾ ഒരു ബാങ്കിങ് ട്രാൻസാക്ഷൻ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയും ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ കോൺട്രാ എൻട്രി എന്നാണ് പറയുക. അതുകൊണ്ടെന്നാണ് ഇവിടെ ക്യാഷ് നമ്മൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബാങ്കിലെ ക്യാഷ് കൂടുന്നു, അതുപോലെ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കുറയുന്നു. ക്ലിയർ ആയല്ലോ? നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ ആ ക്യാഷ് എൻ്റേത് തന്നെയാണ്. അത് എൻ്റെ കയ്യിലിരുന്നാലും അത് എൻ്റേത് തന്നെയാണ്. ഇതുപോലെയാണ് ബിസിനസ് ആ ക്യാഷ് കയ്യിൽ വെച്ചാലും അത് ബിസിനസ്സിൻ്റേത് തന്നെയാണ്. അതുപോലെ തന്നെ അത് ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് ബിസിനസ്സിൻ്റേത് തന്നെയാണ്. ഈ എമൗണ്ട് ഒരിക്കലും പുറത്തുള്ള ഒരു പാർട്ടിക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ടെന്നാണ് ഇവിടുന്ന് ക്യാഷ് ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഈ ക്യാഷ് ബാങ്കിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ക്യാഷിൽ നിന്ന് കൊടുക്കുന്നതായിട്ട് എഴുതണം, ബാങ്കിൽ നിന്നും എന്ത് ചെയ്യണം? ബാങ്കിലേക്ക് അത് ആ ഒരു ക്യാഷിന്റെ റെസിപ്റ്റ് എന്ത് ചെയ്യണം? രേഖപ്പെടുത്തണം. അതായത് കോൺട്രാ എൻട്രീസ് എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും റെക്കോർഡ് ചെയ്യേണ്ടതാണ്. ഇപ്പൊ ഡബിൾ കോളുമായി ബന്ധപ്പെട്ടതാണ് വിദ്യാർത്ഥികൾക്കൊക്കെ ഡൗട്ട്സ് വരുന്ന ഒരു ഭാഗമാണത് കോൺട്രാ എൻട്രി. അപ്പൊ ഈ കോൺട്രാ എൻട്രി എന്ത് ചെയ്യണം? രണ്ട് സൈഡിൽ എന്ത് ചെയ്യണം? അത് രേഖപ്പെടുത്തണം. അത് എങ്ങനെയാണ് ഒരു കോൺട്രാ എൻട്രി അത് ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് രണ്ട് കേസിലാണ് എന്ത് വരുന്നത്? രണ്ട് കേസിലാണ് കോൺട്രാ എൻട്രി വരുന്നത്. ഒന്നാമത്തെ കേസാണ് ഡെപ്പോസിറ്റ്. ഡെപ്പോസിറ്റ് ബാങ്കിലേക്ക് പണം ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കുറയുന്നു, നമ്മുടെ അക്കൗണ്ടിലുള്ള ക്യാഷ് അത് വർദ്ധിക്കുന്നു. രണ്ടും നമ്മുടെ ടോട്ടൽ എമൗണ്ട് കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. കയ്യിലുള്ള ക്യാഷ് കുറയുന്നു. ഡെപ്പോസിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള അധികം എമൗണ്ട് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു. അതാണ് ഡെപ്പോസിറ്റ്. ഇപ്പൊ ഡെപ്പോസിറ്റിന്റെ കേസിൽ അത് കോൺട്രാ എൻട്രി ആണ്. ഈ രണ്ടാമത്തതാണ് വിഡ്രോവൽ. അതായത് ബാങ്കിൽ നിന്നും പണം പിൻവലിക്കുന്നു. ബാങ്കിൽ നിന്നും പണം പിൻവലിച്ചു കഴിഞ്ഞാലും അത് കോൺട്രാ എൻട്രി ആണ്. ബാങ്കിൽ നിന്നും പണം പിൻവലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് അത് വർദ്ധിക്കുന്നു, നമ്മുടെ അക്കൗണ്ടിലെ ബാലൻസ് കുറയുന്നു. മൊത്തത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ക്യാഷ് ബാലൻസ് ടോട്ടൽ എമൗണ്ട് ബാലൻസ് അത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ രണ്ട് കേസാണ് കോൺട്രാ എൻട്രിക്ക് നമ്മൾ പരിഗണിക്കേണ്ടത്. പ്രധാനമായിട്ടും രണ്ട് കേസാണ് എക്സാമിന് ഈ ഒരു രണ്ട് കേസാണ് എക്സാമിന് കൂടുതലും ഉണ്ടാവാറുള്ളത്. ഒന്ന് ഡെപ്പോസിറ്റ്, രണ്ടാമത്തെ വിഡ്രോവൽ. ഡെപ്പോസിറ്റ് പണം ബാങ്കിൽ നിക്ഷേപിക്കുന്നു, വിഡ്രോവൽ ബാങ്കിൽ നിന്നും പണം പിൻവലിക്കുന്നു. ഈ രണ്ട് സാഹചര്യത്തിൽ എങ്ങനെയാണ്
ഇവിടെ ഈ ഒരു കോളത്തിലൂടെ ഏത് സൈഡിലാണ് ഡെപ്പോസിറ്റ് ക്യാഷ് കോളത്തിൻ്റെ ഏത് സൈഡിലാണ് ഡെപ്പോസിറ്റ് ബാങ്ക് കോളത്തിൻ്റെ ഏത് സൈഡിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇവിടെ നിന്നാണ് ക്യാഷ് കോളം, ക്യാഷ് അതുപോലെ ബാങ്ക് കോളം. ഇനി ഡെപ്പോസിറ്റ് ആണെങ്കിൽ ക്യാഷ് കോളത്തിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ആണ് എഴുതേണ്ടത്. ക്ലിയർ ആയല്ലോ? ഡെപ്പോസിറ്റ് ആണെങ്കിൽ ക്യാഷ് കോളത്തിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഇത് നിങ്ങളെന്താണ് ഈ ഒരൊറ്റ പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ എന്ത് ചെയ്യും, ബാലൻസ് ഉള്ള മുഴുവൻ പോയിന്റ്സുകൾ എന്ത് ചെയ്യും, അത് നിങ്ങൾക്ക് വേഗം ഓടും. അപ്പം അതിനെന്ത് ചെയ്യണം, ഇപ്പോൾ ഡെപ്പോസിറ്റ് ആണെങ്കിൽ ക്യാഷ് കോളത്തിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതും എന്നുള്ളത് എന്താണ്, നിങ്ങൾ ആദ്യം തന്നെ പഠിച്ചു വെക്കുക, ഉറപ്പിച്ചു വെക്കുക. ഇപ്പോൾ ഡെപ്പോസിറ്റ് ആണെങ്കിൽ ക്യാഷ് കോളത്തിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ. അതുപോലെ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ക്യാഷ് ഡെപ്പോസിറ്റിൽ ക്യാഷ് ക്രെഡിറ്റ് ആണെങ്കിൽ ബാങ്ക് എന്തായിരിക്കും, ഡെബിറ്റ് സൈഡിലായിരിക്കും. ഇപ്പോൾ ഞാൻ എന്താണ് ബാങ്കിലേക്ക് 5 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ ക്യാഷ് കോളത്തിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതും, ബാങ്ക് കോളത്തിൻ്റെ ഡെബിറ്റ് സൈഡിലും എഴുതും. ഇതാണ് ഡെബിറ്റ് സൈഡ്, ഇതാണ് ക്രെഡിറ്റ് സൈഡ്. വേറെ ആയിരിക്കും ഡെപ്പോസിറ്റ് ആണെങ്കിൽ എന്താണ് ക്യാഷ് കോളത്തിൽ ക്രെഡിറ്റിൽ എഴുതുന്നു, ബാങ്ക് കോളത്തിൽ ഡെബിറ്റിലും എഴുതുന്നു. ഇപ്പോൾ രണ്ട് സൈഡിൽ എന്ത് ചെയ്യണം, കോൺട്രാ എൻട്രി ആണെങ്കിൽ ഡെപ്പോസിറ്റും വിഡ്രോവലും ആണെങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ചു കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ എന്താണ് അത് രേഖപ്പെടുത്തി വെക്കേണ്ടതാണ്. ആ ഒരു റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു വിധമാണ് ഈ ഒരു കോളത്തിലൂടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഡെപ്പോസിറ്റ് ആണെങ്കിൽ ക്യാഷ് കോളത്തിൻ്റെ ക്രെഡിറ്റിലും ബാങ്ക് കോളത്തിൻ്റെ ഡെബിറ്റിലും രേഖപ്പെടുത്തണം, റെക്കോർഡ് ചെയ്യണം. ഈ വിഡ്രോവൽ ആണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. എന്താണ് വിഡ്രോവൽ ക്യാഷ് കോളത്തിൻ്റെ ഡെബിറ്റിൽ എഴുതണം. കാരണം വിഡ്രോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് വരുന്നു, ക്യാഷ് വരുന്നതൊക്കെ റെസിപ്റ്റ് സൈഡിലെ ക്യാഷ് കോളത്തിലാണ് രേഖപ്പെടുത്തേണ്ടത്. ഇനി അതുപോലെ തന്നെ എന്താണ് ബാങ്ക് കോളത്തിൻ്റെ ക്രെഡിറ്റിൽ എഴുതുന്നു, ബാങ്കിൽ നിന്നെന്താണ് ആ പണം കുറയുന്നു, ബാങ്ക് ആ പണം എന്താണ് ബിസിനസിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു, ബാങ്ക് എന്താണ് ക്യാഷ് കൊടുക്കുകയാണ്, അതുകൊണ്ട് പേയ്മെൻറ്റ് സൈഡിൽ എഴുതുന്നു. ഈ ഒരു ചാർട്ട് നിങ്ങളെന്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ കോൺട്രാ എൻട്രി വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. കോൺട്രാ എൻട്രി എന്താണ് ഒരു പ്രയാസമില്ലാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഡെപ്പോസിറ്റ് ഇത് മാത്രം അതായത് ഇത് മാത്രം എന്താണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പോൾ ഡെപ്പോസിറ്റ് ക്യാഷ് കോളത്തിൽ ക്രെഡിറ്റ് ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവിടെ ഡെബിറ്റ് ആയിരിക്കും, ഇവിടെ എന്താണ് ഡെബിറ്റ് ആയിരിക്കും, ഇവിടെ ഡെബിറ്റ് ആണെങ്കിൽ ഇവിടെ ക്രെഡിറ്റ് ആയിരിക്കും. ഈ കോളം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഷുവറായിട്ടൊന്നാണ് പിന്നെ കോൺട്രാ എൻട്രി ഒരു തെറ്റും നിങ്ങളെ വരില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എന്താണ് ഇനി 5th എൻട്രി, അതായത് ക്യാഷ് സെയിൽസ് എഴുതി. ഇനി 8 ഡെപ്പോസിറ്റഡ് വിത്ത് ബാങ്ക്, 8 ഡെപ്പോസിറ്റഡ് വിത്ത് ബാങ്ക്. ഇപ്പോൾ ഡെപ്പോസിറ്റ് ആണ്, എമൗണ്ട് എത്രയാണ്, എമൗണ്ട് 20,000. അപ്പോൾ ബാങ്കിലേക്ക് 20,000 20,000 രൂപ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. ക്ലിയർ ആയല്ലോ? 20,000 രൂപ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. ഇപ്പോൾ ബാങ്ക് ഡെപ്പോസിറ്റ് ആണ്. ഡെപ്പോസിറ്റ് ആകുമ്പോൾ എന്താണ്, ഡെപ്പോസിറ്റ് ആകുമ്പോൾ ക്യാഷിൻ്റെ ക്രെഡിറ്റിൽ എഴുതുന്നു. അപ്പോൾ ഡേറ്റ് എന്താണ്, ഡേറ്റ് 8. അപ്പോൾ 2014 മാർച്ച് 8, 2014 മാർച്ച് 8 എന്നാണ് ഡെപ്പോസിറ്റ് ആണ്. ഡെപ്പോസിറ്റ് ആകുമ്പോൾ ക്യാഷ് കോളത്തിൻ്റെ ക്രെഡിറ്റിൽ എഴുതുന്നു. എമൗണ്ട് എത്രയാണ്, 20,000 rupees 20,000. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഡെപ്പോസിറ്റ് ആണ്, 20,000 rupees ആണ്, അതുകൊണ്ടെന്നാണ് ക്യാഷ് കോളത്തിൻ്റെ ക്രെഡിറ്റിൽ എഴുതി. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ക്യാഷ് എന്നല്ലേ, ക്യാഷ് കോളത്തിലല്ലേ, അതുകൊണ്ടെന്നാണ് ഇവിടെ ബാങ്ക് എന്ന് എഴുതുക. ഇവിടെ ക്യാഷ് കോളത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ക്യാഷ് എന്ന് എഴുതരുത്, പകരം എന്ത് ചെയ്യണം, ബാങ്ക് എന്ന് എഴുതണം. വളരെ സിമ്പിളായിട്ട് എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ക്യാഷ് കോളത്തിലാണെങ്കിൽ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ബാങ്ക് എന്ന് എഴുതുക. ഇനി എന്താണ് LF കോളത്തിൽ ഇത് കോൺട്രാ എൻട്രി ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സി എന്ന ലെറ്റർ എന്ത് ചെയ്യുക, ഇവിടെ എഴുതുക. സി എന്നത് ഇവിടെ രേഖപ്പെടുത്തി വെക്കുക. അപ്പോൾ ഇത് കോൺട്രാ എൻട്രി ആണ്, രണ്ട് സൈഡിലും വേണം. അപ്പോൾ എന്താണ് മാർച്ച് 8 എന്താണ്
ഇവിടെ നിങ്ങൾ നോക്കുക, ബാങ്ക് കോളത്തിന്റെ ഡെബിറ്റിലാണ് എഴുതേണ്ടത്. ബാങ്ക് കോളത്തിന്റെ ഡെബിറ്റിൽ 20,000 ഇതല്ലേ ഡെബിറ്റ് സൈഡ്, ബാങ്ക് കോളം 20,000. ക്ലിയർ ആയല്ലോ? ബാങ്കിന്റെ ഡെബിറ്റ് സൈഡിൽ 20,000 എന്ന് റെക്കോർഡ് ചെയ്തു. ഇനി ഇവിടെ ബാങ്ക് കോളം അല്ലേ, ബാങ്ക് കോളം ആയതുകൊണ്ട് ഇവിടെ എന്ത് എഴുതി? ക്യാഷ് എന്ന് എഴുതി, ക്യാഷ്. അപ്പോൾ നമ്മൾ എന്താണ് സെയിൽസും രേഖപ്പെടുത്തി, ഡെപ്പോസിറ്റും രേഖപ്പെടുത്തി. ഡെപ്പോസിറ്റ് എന്നാണ് കോൺട്രയാണ്, അതുകൊണ്ട് എന്താണ് ഇവിടെ സി എന്ന് രേഖപ്പെടുത്തുക. ഇത്രയുമാണ് കോൺട്ര എൻട്രിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് എന്താണ് പർച്ചേസ്ഡ് ബൈ ചെക്ക്. പർച്ചേസ്ഡ് ബൈ ചെക്ക്, ചെക്ക് കൊടുത്ത് സാധനങ്ങൾ വാങ്ങി. പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താണ് സാധനങ്ങൾ വാങ്ങുക. അപ്പോൾ പർച്ചേസ്ഡ് ബൈ ചെക്ക്, അതായത് ക്യാഷ് അല്ല ചെക്ക് കൊടുത്തിട്ട് എന്താണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. ഡേറ്റ് എന്താണ്? ഡേറ്റ് 12 മാർച്ച് 12 സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പേയ്മെന്റ് ആണ്. ക്യാഷ് കൊടുത്തിട്ടല്ലേ അല്ലെങ്കിൽ ചെക്ക് കൊടുത്തിട്ടല്ലേ സാധനങ്ങൾ വാങ്ങുന്നത്. അതുകൊണ്ടാണ് പേയ്മെന്റ് സൈഡിൽ എഴുതാനുള്ള കാരണം. അപ്പോൾ പർച്ചേസ് എന്നാണ്, പേയ്മെന്റ് ആണ്. ഇനി എന്താണ്? ക്യാഷ് ആണോ കൊടുക്കുന്നതല്ല. ബൈ ചെക്ക് എന്ന് പറഞ്ഞാൽ ബാങ്ക് വഴിയാണ് ആ ഒരു എമൗണ്ട് പേയ്മെന്റ് നടത്തുന്നത്. അതുകൊണ്ട് ബാങ്കിൽ എന്ത് ചെയ്യുക? എമൗണ്ട് എഴുതുന്നു 40,000. പർച്ചേസ് ബൈ ചെക്ക് ആണ്, അതുകൊണ്ടാണ് പർച്ചേസ് ബാങ്കിൽ എന്ത് എഴുതി? 40,000 എന്ന് റെക്കോർഡ് ചെയ്തു. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ബോട്ട് ഫർണിച്ചർ. ഫർണിച്ചർ എന്നാണ്. ബോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പർച്ചേസ് തന്നെയാണ്. ഫർണിച്ചർ വാങ്ങി, ബോട്ട് ഫർണിച്ചർ. ഫർണിച്ചർ എന്നാണ് ഒരു ഫിക്സഡ് അസറ്റ് ആണ്. ഫർണിച്ചർ എന്നാണ് ഒരു ഫിക്സഡ് അസറ്റ് ആണ്. ഫിക്സഡ് അസറ്റ് എന്ത് ചെയ്യും? നമ്മൾ പർച്ചേസിന് പകരം എന്ത് ചെയ്യും? ആ അസറ്റിന്റെ നെയിമിലാണ് എന്ത് ചെയ്യുക? ഇവിടെ റെക്കോർഡ് ചെയ്യുക. കാരണം ഫിക്സഡ് അസറ്റ് അത് വിൽക്കാനുള്ളതല്ല, അത് ബിസിനസിന്റെ സ്ഥിരം ആസ്തിയിലേക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ്. അത് ഫിക്സഡ് അസറ്റ് ആണ്, അതുകൊണ്ടാണ് ഫർണിച്ചർ വാങ്ങല്ലേ. ഫർണിച്ചർ വാങ്ങുമ്പോൾ എന്താണ്? അത് പേയ്മെന്റ് ആണ്. പേയ്മെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫർണിച്ചർ അത് ചെക്കായിട്ടാണ്, അല്ല അതെന്താണ്? ബോട്ട് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ക്യാഷ് കൊടുത്ത് ഫർണിച്ചർ വാങ്ങുന്നു. എമൗണ്ട് 8,000. ക്യാഷിനാണ് എഴുതേണ്ടത്. 8,000 ആണ് റെക്കോർഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് 18th മാർച്ച് 18th ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക്. ബാങ്കിൽ നിന്നും ക്യാഷ് പിൻവലിച്ചു ആണ് വിഡ്രോവൽ. അത് ക്യാഷ് ബാങ്കിൽ നിന്ന് പിൻവലിക്കാണ്. എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ കയ്യിലേക്ക് ബാങ്കിൽ നിന്നും ക്യാഷ് വരുന്നു, കയ്യിലുള്ള ക്യാഷ് കൂടുന്നു, അക്കൗണ്ടിൽ ക്യാഷ് കുറയുന്നു. അതാണ് ആ ട്രാൻസാക്ഷൻ. ആ ഒരു കേസിൽ നിന്നാണ് അത് വിഡ്രോവൽ. ക്യാഷ് കോളത്തിന്റെ ഡെബിറ്റിൽ എഴുതുന്നു. കയ്യിലേക്ക് ക്യാഷ് വരികയാണ്, അപ്പോൾ ക്യാഷ് കോളത്തിന്റെ ഡെബിറ്റിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. എമൗണ്ട് എത്രയാണ്? എമൗണ്ട് 10,000 ആണ്. 10,000. അപ്പോൾ ക്യാഷ് കോളത്തിന്റെ ഡെബിറ്റിൽ 10,000. ക്യാഷ് കോളത്തിന്റെ ഡെബിറ്റിൽ 10,000. ഇതാണ് ഡെബിറ്റ് സൈഡ്, ഇതാണ് ക്യാഷ് കോളം. ഇതെന്താണ്? കോൺട്ര എൻട്രി ആണ്. കാരണം വിഡ്രോവൽ അല്ലേ, വിഡ്രോവൽ ആകുമ്പോൾ എന്താണ്? കോൺട്ര എൻട്രി ആണ്. ഡേറ്റ് എന്നാണ്? ഡേറ്റ് 18th ആണ്. 18th മാർച്ച് 18th. ഇവിടെ ക്യാഷ് കോളം അല്ലേ, ഇവിടെ ക്യാഷ് കോളം ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള എന്താണ് ഇവിടെ എഴുതുക? ബാങ്ക്. ഇവിടെ ക്യാഷ് കോളം ആയതുകൊണ്ട് ഇവിടെ ക്യാഷ് എന്ന് എഴുതാൻ പാടില്ല, ബാങ്ക് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഇതെന്താണ്? കോൺട്ര എൻട്രി ആണ്. കോൺട്ര എൻട്രി ആകുമ്പോൾ ഇതിന്റെ ഒരു കറസ്പോണ്ടിങ് എൻട്രി എന്താണ്? കറസ്പോണ്ടിങ് ആയിട്ട് അത് ക്രെഡിറ്റ് സൈഡിൽ എന്താണ് നമ്മൾ രേഖപ്പെടുത്തും. അപ്പോൾ കോൺട്ര എൻട്രി രണ്ട് സൈഡിലും അത് റെക്കോർഡ് ചെയ്യേണ്ടതാണ്. ഇവിടെ എന്താണ്? വിഡ്രോവൽ ബാങ്ക് കോളത്തിന്റെ ക്രെഡിറ്റിലാണ് എഴുതേണ്ടത്. കണ്ടോ നിങ്ങൾ? വിഡ്രോവൽ ബാങ്ക് കോളത്തിന്റെ ക്രെഡിറ്റിലാണ് രേഖപ്പെടുത്തേണ്ടത്. എമൗണ്ട് എത്രയാണ്? 10,000. ഇവിടെ കോൺട്ര എൻട്രി ആണ്. ഇവിടെ ബാങ്ക് കോളം ആയതുകൊണ്ട് ഇവിടെ ക്യാഷ് എന്ന് എഴുതുന്നു. ക്യാഷ് ഇവിടെ മാർച്ച് 18th. ഇപ്പോൾ കോൺട്ര എൻട്രി. ഡെപ്പോസിറ്റും നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അതുപോലെ തന്നെ വിഡ്രോവൽ എന്താണ് പഠിച്ചു കഴിഞ്ഞു. ഈ വിഡ്രോവലും ഡെപ്പോസിറ്റുമാണ് ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഇനി 24 വിഡ്രോവൽ
ഫോർ പേഴ്സണൽ യൂസ് ബൈ ചെക്ക്. അതായത് പേഴ്സണൽ യൂസ്, ബാങ്കിൽ നിന്നും ഒരു ബിസിനസ്മാന്റെ പേഴ്സണൽ യൂസ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് യൂസ്, അദ്ദേഹത്തിന്റെ വ്യക്തിഗത ആവശ്യത്തിന് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്നും പണം വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതിൽ ഈ ഒരു വിഡ്രോവൽ ഉൾപ്പെടുന്നതല്ല. കാരണം എന്താണ്? അത് ബിസിനസിന്റെ ആവശ്യത്തിനല്ല പിൻവലിക്കുന്നത്, അദ്ദേഹത്തിന്റെ വ്യക്തിഗത പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണ് ആ ഒരു എമൗണ്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് അതിനെ ഡ്രോവിങ്സ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ പേഴ്സണൽ യൂസിന് ബാങ്കിൽ നിന്നും അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്നോ പണം പിൻവലിച്ചു കഴിഞ്ഞാൽ അതിനെ അക്കൗണ്ടിൽ പറയുന്ന ടേമാണ് ഡ്രോവിങ്സ്. ഡ്രോവിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു എക്സ്പെൻസ് ആണ്. ബിസിനസ്സിനെ സംബന്ധിച്ചോളം എന്താണ്? അതൊരു എക്സ്പെൻസ് ആണ്, അതൊരു പേയ്മെന്റ് ആണ്. അതുകൊണ്ട് പേയ്മെന്റ് ആയതുകൊണ്ട് എന്താണ് ഡ്രോവിങ് എപ്പോഴും എവിടെയായിരിക്കും രേഖപ്പെടുത്തുക? പേയ്മെന്റ് സൈഡിലായിരിക്കും. അപ്പോൾ ഡേറ്റ് 24th മാർച്ച് ആണ്. 24th മാർച്ച് ഡ്രോവിങ്. ഇത് ക്യാഷിൽ നിന്നാണെങ്കിൽ ക്യാഷ് കോളത്തിൽ എഴുതും, ചെക്ക് ആയിട്ടാണെങ്കിൽ എന്നാണ് അത് ബാങ്ക് കോളത്തിൽ എഴുതും. ഇവിടെ ബൈ ചെക്ക് എന്ന് പറഞ്ഞത് കൊണ്ട് എന്താണ് അത് നമ്മൾ ബാങ്ക് കോളത്തിൽ എഴുതി 5000 ഡ്രോവിങ് 5000. ക്ലിയർ ആയല്ലോ? ഇനി എന്താണ് ലാസ്റ്റ് ട്രാൻസാക്ഷൻ ആണ് ക്യാഷ് ഡെപ്പോസിറ്റഡ് വിത്ത് ബാങ്ക്. ബാങ്കിലേക്ക് എന്താണ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ അത് ഡെപ്പോസിറ്റ് ആണ്, കോൺട്രയാണ്. ബാങ്കിലേക്ക് എന്താണ് നമ്മുടെ കയ്യിലുള്ള അധികമുള്ള എന്താണ് എമൗണ്ട് അത് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്, ഡെപ്പോസിറ്റ് ചെയ്യാണ്. ഡെപ്പോസിറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും? ക്യാഷിന്റെ ക്രെഡിറ്റിൽ എഴുതുന്നു. 28th ക്യാഷിന്റെ ക്രെഡിറ്റിൽ എഴുതുന്നു. എമൗണ്ട് എത്രയാണ്? 20,000. 20,000 ഇവിടെ ക്യാഷ് കോളത്തിലല്ലേ, അതുകൊണ്ട് എന്താണ് ബാങ്ക് എന്ന് ഇവിടെ റെക്കോർഡ് ചെയ്തു. ബാങ്ക്. അതുപോലെ തന്നെ ഇത് കോൺട്രയാണ്, അതുകൊണ്ട് സി എന്ന ലെറ്റർ നമ്മൾ ലെഡ്ജർ ഫോളിയോ കോളത്തിൽ എന്താണ് അത് റെക്കോർഡ് ചെയ്തു. ഇതിന്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് എന്താണ് അത് എവിടെയും ഉണ്ടാകും? അത് ഡെബിറ്റ് സൈഡിൽ നിന്ന് രേഖപ്പെടുത്തണം, കാരണം കോൺട്രയാണ്. 28th അത് ഡെപ്പോസിറ്റ് ആണ്. ഡെപ്പോസിറ്റ് ആയതുകൊണ്ട് ബാങ്ക് കോളത്തിന്റെ ഡെബിറ്റിൽ എഴുതണം. ബാങ്ക് കോളത്തിന്റെ ഡെബിറ്റിൽ എമൗണ്ട് 20,000. എമൗണ്ട് 20,000 കോൺട്രയാണ്. ഇവിടെ ബാങ്ക് കോളത്തിലായതുകൊണ്ട് ഇവിടെ ക്യാഷ് എന്ന് എഴുതി. ക്യാഷ്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്നാണ് ഒരു പ്രാവശ്യത്തെ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചെയ്യുന്നത്. എക്സാമിന് 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെന്താണ് ആ ഒരു സീരിയസ് ആയിട്ട് തന്നെ പ്രോബ്ലത്തിനെ നിങ്ങൾ എടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ് +1 പഠിക്കുന്ന എല്ലാ +1 ക്വസ്റ്റ്യൻ പേപ്പറിലും സ്ഥിരമായി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രിപ്പയർ ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്നുള്ളത്. അതിൽ വിദ്യാർത്ഥികൾക്ക് ഡൗട്ട് വരുന്നൊരു ഭാഗമാണ് ഈ ഒരു കോൺട്ര എൻട്രി. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോളം വരച്ച് തന്നിട്ടുള്ളത്. അത് നിങ്ങളെന്താണ് പ്രത്യേക നോട്ട്സിലേക്ക് എഴുതിയെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഡെപ്പോസിറ്റ് ക്രെഡിറ്റ് എന്ന് പഠിച്ചാൽ എന്ത് ചെയ്യും? ഇവിടെ ക്രെഡിറ്റ് ആണെങ്കിൽ ഇവിടെ ഡെബിറ്റ്, ഇനി ഓപ്പോസിറ്റ് എന്ത് ചെയ്യും? ഡെബിറ്റ് വരും. ഇവിടെ ഡെബിറ്റ് ആണെങ്കിൽ ഇവിടെ ക്രെഡിറ്റ് ആയിരിക്കും. ആ രീതിയിൽ കൺഫ്യൂഷൻ വരാതിരിക്കാൻ എന്ത് ചെയ്യുക? ഇങ്ങനെ നിങ്ങൾ പഠിച്ചെടുക്കുക. അപ്പോൾ മാർക്കുകൾ വളരെ കുറഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നാളെ എല്ലാ 28th കഴിഞ്ഞു. ഇപ്പോൾ എല്ലാ ട്രാൻസാക്ഷനും എന്താണ് റെക്കോർഡ് ചെയ്തു. അപ്പം മൊത്തം ട്രാൻസാക്ഷൻ എന്താണ് നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ എന്താണ് ബാലൻസ് ചെയ്യണം. ഇതിനെ ഈ ഒരു അക്കൗണ്ട് ബാലൻസ് ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാർക്ക് ലഭിക്കുള്ളൂ. എങ്ങനെയാണ് ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് എന്താണ് ഡെബിറ്റ് സൈഡ് ബാലൻസ് ചെയ്യുന്നു. ഡെബിറ്റ് സൈഡ് 20,000, 30,000, അതുപോലെ എന്താണ് 10,000. അപ്പോൾ ഒന്ന് 50,000, 60,000 രൂപ. 60,000 രൂപ. അപ്പോൾ ഇത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് എമൗണ്ട് ലഭിക്കുന്നത്? 60,000 രൂപയാണ്. ഇനി എന്താണ് ഇത് ബാലൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ക്യാഷ് കോളവും തമ്മിൽ എന്താണ് ബാലൻസ് ചെയ്യുന്നു. ക്യാഷ് കോളവും തമ്മിലാണ് എന്ത് ഇവിടെ ബാലൻസ് ചെയ്യുന്നത്. ക്യാഷ് കോളവും തമ്മിലാണ് ബാലൻസ് ചെയ്യേണ്ടത്. ഇവിടെ ക്യാഷ് കോളം 60,000 രൂപ. ഇനി നിങ്ങൾ നോക്കുക,
20,000 20,000 40,000 48,000 രൂപയാണ്. ഇവിടെ ക്യാഷ് കോളത്തിൽ എത്രയാണ്? 48,000 രൂപയാണ്. നിങ്ങൾ നോക്കുക ഏത് സൈഡിലാണ് കൂടുതലുള്ളത്? ഡെബിറ്റിലാണ് കൂടുതൽ, ക്രെഡിറ്റിൽ എന്താണ്? ക്രെഡിറ്റിൽ എമൗണ്ട് കുറവാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? 60,000 നിന്നും 48,000 മൈനസ് ചെയ്യുക. 60,000 മൈനസ് 48,000 എത്രയാണ്? 12,000 എന്ന ആൻസർ ലഭിക്കും. ഈ 12,000 എന്ത് ചെയ്യണം? അത് കുറവുള്ള സൈഡിലേക്ക് എഴുതണം. അതായത് ഇവിടെ ടോട്ടൽ 60,000 രൂപ, ഇവിടെ ടോട്ടൽ 48,000 രൂപ. 60,000 നിന്നും 48,000 ചെയ്യണം, മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 12,000 രൂപ. ഈ 12,000 രൂപ നിങ്ങൾ എന്ത് ചെയ്യണം? അത് കുറവുള്ള സൈഡിലേക്ക് എഴുതണം. ഇവിടെയാണ് കുറവെങ്കിൽ ഇവിടേക്ക് എഴുതണം, ഇവിടെയാണ് കുറവെങ്കിൽ ഇവിടേക്ക് എഴുതണം. കുറവ് എവിടെയാണ്? കൂടുതൽ സമയത്തും ക്രെഡിറ്റ് സൈഡിലായിരിക്കും ഈ ഒരു എമൗണ്ട് കുറവുണ്ടായിരിക്കും. അപ്പോൾ ബാലൻസ് എത്രയാണ്? ബാലൻസ് 12,000 രൂപ. 12. ഇതിനെ എന്ത് ചോദിക്കും? ഡേറ്റ് എന്താണ്? ആ മാസത്തെ ലാസ്റ്റ് ഡേറ്റ് ഇട്ട് കൊടുക്കാം, മാർച്ച് 31. ബാലൻസ് ക്യാരി ഡൗൺ, ബാലൻസ് ക്യാരി ഡൗൺ എത്രയാണ്? 12,000 രൂപ. ക്ലിയർ ആയല്ലോ? ഇനി എന്താണ്? രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ 60,000 എന്ന് ലഭിക്കും. മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 60,000 എന്ന് നമുക്ക് എന്താണ് ആൻസർ ലഭിക്കുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ ക്യാഷും ക്യാഷ് തമ്മിൽ ബാലൻസ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ബിസിനസിന്റെ കയ്യിലുള്ള ക്യാഷ് എത്ര രൂപയാണ്? 12,000 രൂപ. ഇതാണ് ക്യാഷ് കോളത്തിന്റെ ആൻസർ, 12,000 രൂപ എന്നുള്ളത്. ഇനി എന്താണ്? ബാങ്ക് കോളം ചെയ്യുക, ഇതുപോലെ ആഡ് ചെയ്യുക. 50,000 പ്ലസ് 20,000 എത്രയാണ്? 70,000 പ്ലസ് 90,000 രൂപ. 90,000 90,000 റുപ്പീസ്. ഇനി ഇതുപോലെ ഇവിടെ എന്ത് ചെയ്യുക? നിങ്ങൾ ആഡ് ചെയ്യുക. 40,000 50,000 55,000 ആണ്. ഇവിടെ നിങ്ങൾ കണ്ടോ ബാങ്ക് കോളം എത്രയാണ്? 55,000. ഇവിടെ എന്താണ് കൂടുതൽ? ഇവിടെ 90,000 ഉണ്ട്, ഇവിടെ എത്രയാണ്? 55,000. ഇപ്പൊ 90,000 മൈനസ് 55,000, അതായത് 90,000 നിന്നും 55,000 രൂപ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 35,000. ഈ 35,000 എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? അത് കുറവുള്ള സൈഡിലാണ്. എവിടെയാണ് കുറവുള്ളത്? ക്രെഡിറ്റിലാണ് കുറവുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ 35,000 എന്നുള്ളത് ഇവിടെ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് എന്ത്? ബിസിനസിന്റെ ബാങ്ക് ബാലൻസ് എന്നുള്ളത് 35,000 ആണ്. മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? 90,000 എന്ന് ലഭിക്കും. എല്ലാത്തിൻ്റെയും ടോട്ടൽ ഒന്നാണ് എപ്പോൾ ഈക്വൽ ആയിരിക്കും. ക്യാഷ് കോളം 60,000, ഇവിടെ 60,000, ഇവിടെ 90,000, ഇവിടെ 90,000. ഇത്രയുമാണ് ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഇപ്പോൾ സുഹൃത്തുക്കളെ, ഇവിടെ ഡബിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ട്, അതുപോലെ തന്നെ ബിസിനസിന്റെ കയ്യിൽ എത്ര ബാലൻസ് ഉണ്ട് എന്നൊരു കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിന്റെ ഓപ്പണിംഗ് ബാലൻസ് 2,000 രൂപയായിരുന്നു. ഇപ്പോൾ ബിസിനസിന്റെ കയ്യിൽ എത്രയുണ്ട്? 12,000 രൂപ ബാലൻസ് ഉണ്ട്. ഇവിടെ ബാങ്ക് അക്കൗണ്ടിൽ 50,000 രൂപ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ എത്രയാണ്? 35,000 രൂപയാണ്. ഇങ്ങനെ ബാങ്കിലെ ബാലൻസും കയ്യിലെ ബാലൻസും കൃത്യമായിട്ട് ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ചെയ്യുന്നത്. എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിന് വരെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്യുക? നിങ്ങൾ വളരെ കൃത്യമായിട്ട് വീഡിയോ കണ്ട് 1-2 പ്രാവശ്യമൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ പ്രോബ്ലം മനസ്സിലാക്കുക. ഈ ഒരു കോളം എന്ത് ചെയ്യുക? നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക.